ഹലോ, നമുക്കിന്നൊരു കലണ്ടർ ഉണ്ടാക്കിയാലോ? നമ്മൾ സാധാരണ ഒരു കലണ്ടർ അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കലണ്ടറാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഒരു പാറ്റേൺ തന്നെ നമ്മളിവിടെ ഒരു കട്ടി പേപ്പറിൽ വെട്ടിയെടുത്തിട്ടാണ് പേപ്പറിൽ നമ്മളിങ്ങനെ ലൈൻ വരച്ചിട്ട് അതൊരു 12 നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് വരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ വരച്ചേക്കണത് ഒരു ഫ്ലവർ പീസിൻ്റെ ഷേപ്പിലാണ്. അതിൻ്റെ കാരണമൊക്കെ നമുക്ക് പതിയെ പതിയെ അങ്ങോട്ട് മനസ്സിലാവുമെന്ന് വീഡിയോ കണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അത് കഴിഞ്ഞ് മാസവും ഇതുപോലെ ഡേറ്റൊക്കെ എഴുതിയിടണം, എല്ലാത്തിലും എഴുതണം. അതൊക്കെ ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്, കാരണം ഒന്നും തെറ്റിപ്പോയി പിന്നെ ഒന്നേന്ന് തുടങ്ങണമല്ലോ നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ സ്കെച്ച് കൊണ്ട് ഒരു റഫായിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. റഫായിട്ട് നമ്മൾ വരച്ചാൽ മതി, എന്നാലേ ഇച്ചിരി ഭംഗി കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ റഫായിട്ട് വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് വന്ന രീതിയിൽ അത് ഒന്ന് വെട്ടിയെടുത്താൽ മതി. ഞാൻ ഈ വീഡിയോയിൽ കണക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ 12 13 ഇഷ്ടമുള്ള അത്രയും നമുക്ക് വെട്ടിയെടുത്തിട്ട് ഓരോ മാസം ഇങ്ങനെ വെച്ച് അതിൻ്റെ പുറകിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ ഈ കലണ്ടർ വെക്കാനുള്ള സ്റ്റാൻഡാണ് നമ്മൾ ഈ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ ഈ കലണ്ടർ ഫ്ലവർ വേസ് വെച്ച് കൊടുത്താൽ അതെങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കിയ ഫോട്ടോ എനിക്ക് അയച്ചു തന്നെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ആ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Please like and subscribe.